ഹായ്, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട എന്താണെന്നറിയാമോ? സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ കോൺഫിഡൻസ് ഉണ്ടാവണം. എങ്ങനെയാണിത് ഉണ്ടാകണമെങ്കിൽ ഈ കോംപ്ലിക്കേറ്റഡ് ഗ്രാമർ ഒന്നും അറിയണമെന്നില്ല. പകരം ഓക്സിലറി എന്ന് പറയുന്നൊരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ 28ലധികം ഓക്സിലറി വെർബ് ഉണ്ടെങ്കിലും നമുക്കൊരു 13 ഓക്സിലറി വെർബ് അറിഞ്ഞിരുന്നാൽ അത്യാവശ്യം ഡെയിലി ലൈഫിലെ എല്ലാവിധ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസും ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഗോ എന്ന് പറഞ്ഞാൽ ടു ഗോ, പോകുക എന്നാണ്. നമുക്ക് പക്ഷേ സെൻറ്റൻസുകളിൽ ഡെയിലി ലൈഫിൽ പോയി, പോയിരുന്നു, പോകാറുണ്ട്, പോയിട്ടുണ്ട്, പോകാനിടയുണ്ട്, അങ്ങനെ പല രീതിയിൽ അതിനെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഗോ എന്നുള്ള ആ വേർബിൻ്റെ കൂടെ ഈ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആഡ് ചെയ്യുകയാണെങ്കിൽ പോകുക എന്നുള്ളതിനെ പോയി, പോയിരുന്നു, പോകാറുണ്ട്, പോകും, പോകാനിടയുണ്ട്, പോയിട്ടുണ്ട്, അങ്ങനെ പല ഫോംസിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അത് സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ നമ്മളെ സഹായിക്കും. അപ്പോൾ ഒരു 13 ഓക്സിലറികൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈഫിലെ എല്ലാ സെൻറ്റൻസുകളെയും മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയും. ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതും നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള 2 ഓക്സിലറിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്, ഡൂവും ഡെസും. എന്തിനാണിത് ഉപയോഗിക്കുന്നത്? ആക്ച്വലി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ റെഗുലർലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, റെഗുലർ ആക്ടിവിറ്റീസ്, അതായത് ചെയ്യാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട്, സന്ദർശിക്കാറുണ്ട്, കഴിക്കാറുണ്ട്, അങ്ങനെ ഡെയിലി, മന്ത്ലി, വീക്ക്ലി അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങളെ മെൻഷൻ ചെയ്യുമ്പോൾ ചെയ്തു എന്നല്ല, ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്, ചെയ്യുമെന്നുമല്ല. ഓക്കെ, അല്ലെ ചെയ്യുന്നു എന്നുമല്ല പറയുന്നത്, ചെയ്യാറുണ്ട്. എന്നും അമ്പലത്തിൽ പോകാറുണ്ട്, എല്ലാ ആഴ്ചയും സ്കൂളിൽ പോകാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ ഡു ആൻഡ് ഡസ് ഉപയോഗിച്ചാണ് പറയുന്നത്. ഒരേ ഉപയോഗമാണ് ഈ ഡൂവിനും ഡസിനും ഉള്ളത്. പിന്നെ എന്തിനാണ് ഡൂവും ഡസും? മലയാളത്തിൽ അവൻ പോകുന്നു, അവർ പോകുന്നു, ഞങ്ങൾ പോകുന്നു, നിങ്ങൾ പോകുന്നു, അങ്ങനെയാണ് പറയുക. ഏത് സബ്ജക്റ്റ് വന്നാലും പോകുന്നു എന്നുള്ള വേർബിൽ മാറ്റമുണ്ടാകാറില്ല. പക്ഷേ ഇംഗ്ലീഷിൻ്റെ സിൻടാക്സ് അങ്ങനെയല്ല. സബ്ജക്റ്റിൻ്റെ എണ്ണം അനുസരിച്ച് വേർബിൽ മാറ്റമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, അവൻ, അവൾ, നിൻ്റെ സഹോദരൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മകൻ എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾ ഒന്നേ ഉള്ളൂ. ആ ഒരു സബ്ജക്റ്റ് വരുമ്പോൾ വേർബിൻ്റെ കൂട്ടത്തിൽ എസ്, ഡസ് വരാറുണ്ട്. ഇനി ഒന്നിൽ കൂടുതലുള്ള സബ്ജക്റ്റുകൾ, അവർ, നിങ്ങൾ, ഞങ്ങൾ, എൻ്റെ കുട്ടികൾ, ഈ ക്ലാസ്സിലെ കുട്ടികൾ, അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ ആ സബ്ജക്റ്റ് ഒന്നല്ല, ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരോ ഒന്നിൽ കൂടുതലുള്ള സബ്ജക്റ്റുകളോ ആണ്. അവിടെ നമ്മൾ ഡസ് അല്ല ഡു ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടിനും ഒരേ ഉപയോഗമാണ്. സബ്ജക്റ്റിൻ്റെ എണ്ണം അനുസരിച്ച് ഒന്നുള്ളപ്പോൾ ഡസും ഒന്നിൽ കൂടുതലുള്ളപ്പോൾ ഡു ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഉപയോഗം? എന്ത് മാറ്റമാണ് ഇത് സെൻറ്റൻസിൽ ഉണ്ടാക്കുന്നത്? ഡു ആൻഡ് ഡസ് വേർബിലേക്ക് കൂട്ടിച്ചേരുമ്പോൾ വേർബിൽ മാറ്റമുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഗോ എന്നാൽ ടു ഗോ, പോകുക എന്നാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ റെഗുലർലി ചെയ്യുന്ന ഹാബിറ്റുകളെ പറ്റി പറയാൻ വേണ്ടിയാണല്ലോ ഡു ഡസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹാബിറ്റുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ഡു ഡസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോകുക എന്നുള്ളതിനെ പോകാറുണ്ട് എന്ന് മാറ്റണമെങ്കിൽ ഡുവോ ഡസോ ഈ ഗോയുടെ കൂടെ ചേർത്ത് വെക്കണം. ഡു ചേരുമ്പോൾ ഡു പ്ലസ് ഗോ മാറ്റമൊന്നും ഉണ്ടാവില്ല, ഗോ എന്ന് തന്നെയാണ്, പോകാറുണ്ട്. ഇനി ഡസ് ആണ് ചേരുന്നെങ്കിൽ ഡസ് പ്ലസ് ഗോ അത് ചേർന്ന് ഗോസ് എന്ന് വരും, പോകാറുണ്ട്. അപ്പോൾ ഗോ അല്ലെങ്കിൽ ഗോസ്, പോകാറുണ്ട്. ഇത് കം ആണെങ്കിലോ ഡു പ്ലസ് കം, കം തന്നെയാണ്, വരാറുണ്ട്. ഡസ് പ്ലസ് കം ആണെങ്കിൽ കംസ് എന്ന് വരും, വരാറുണ്ട്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് കം അല്ലെങ്കിൽ കംസ്, ഗോ അല്ലെങ്കിൽ ഗോസ്, വിസിറ്റ് അല്ലെങ്കിൽ വിസിറ്റ്സ്, സന്ദർശിക്കാറുണ്ട്, ഇങ്ങനെ പറയും. ഒരു എക്സാമ്പിൾ നോക്കാം. അവൾ എല്ലാ വീക്കെൻഡിലും ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വീക്കെൻഡിലും റെഗുലറായി നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ചെയ്യാറുണ്ട്, സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കുക വിസിറ്റാണ്. അവൾ സന്ദർശിക്കാറുണ്ട്, അവൾ ഒന്നേ ഉള്ളൂ, ഷീ ഒന്നേ ഉള്ളത് കൊണ്ട് ഡസ് അല്ലെങ്കിൽ എസ് ചേർന്ന് വേർബ് ആയിരിക്കും വരിക. അപ്പോൾ ഡസും വിസിറ്റുമായിട്ട് ചേർന്നിട്ട് വിസിറ്റ്സ് എന്നേ വരാറുള്ളൂ. സോ ഷീ വിസിറ്റ്സ്, അവൾ സന്ദർശിക്കാറുണ്ട്. ആരെയാണ്? ഗ്രാൻഡ് പേരൻസിനെ, ഹെർ ഗ്രാൻഡ് പേരൻസ് എല്ലാ വീക്കെൻഡിലും, എവറി വീക്കെൻഡ്. ഇതേപോലെ തന്നെ
ചെയ്യാറില്ല എന്ന് പറയുന്നതും റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഈ കട ഞായറാഴ്ചകളിൽ തുറക്കാറില്ല എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചകളും തുറക്കാറില്ല എന്നാണ്. അപ്പോൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യാറില്ല എന്ന് പറയുന്നത് ഒരു റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റി, ഹാബിറ്റുകളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമ്മുടെ ലൈഫിൽ മെജോറിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ചെയ്യാറില്ല എന്ന് പറയുമ്പം ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ആണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ആയതുകൊണ്ട് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഈ ഡു നോട്ട് ഗോ പോകാറില്ല അല്ലെങ്കിൽ ഡസ് നോട്ട് ഗോ പോകാറില്ല. ഈ കട ഞായറാഴ്ചകളിൽ തുറക്കാറില്ല. തുറക്കുക എന്നുള്ളത് ഓപ്പൺ ആണ്. അപ്പോൾ തുറക്കാറുണ്ട് ഓപ്പൺ, ഓപ്പൺസ് എന്ന് പറയും. ഓക്കെ, തുറക്കാറില്ല എന്നാണെങ്കിലോ ഡു നോട്ട് ഓപ്പൺ അല്ലെങ്കിൽ ഡോണ്ട് ഓപ്പൺ, അല്ലെങ്കിൽ സിംഗുലർ ആണെങ്കിൽ ഡസിൻറ്റ് ഓപ്പൺ എന്നും പറയും. നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് നോക്കാം. ഈ കട ഞായറാഴ്ചകളിൽ തുറക്കാറില്ല. ഈ കട, ദിസ് ഷോപ്പ് ഒന്നല്ല ഉള്ളൂ. സോ അവിടെ ഡസ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഡസിൻ്റ് ആണ് വരിക. ദിസ് ഷോപ്പ് ഡസിൻറ്റ് ഓപ്പൺ ഓൺ സൺഡേയ്സ്. ഈ കട ഞായറാഴ്ചകളിൽ തുറക്കാറില്ല. സോ റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ചെയ്യാറുണ്ട്, ചെയ്യാറില്ല. ഈ തുറക്കാറുണ്ടെന്നാണെങ്കിൽ ഓപ്പൺസ് എന്നും വരും. തുറക്കാറില്ല എന്നാണെങ്കിൽ ഡസിൻറ്റ് ഓപ്പൺ എന്നും വരും. എന്തുകൊണ്ട് ഓപ്പൺസ് അല്ലെങ്കിൽ ഡസിൻറ്റ് ഓപ്പൺ? ദിസ് ഷോപ്പ് ഒന്നേ ഉള്ളൂ. ഇനി അതിന് പകരം ഈ എല്ലാ കടകളും എന്നാണെങ്കിലോ ദീസ് ഷോപ്സ്, ഈ എല്ലാ ഷോപ്സുകളും അല്ലെങ്കിൽ ഓൾ ഷോപ്സ് എന്നാണെങ്കിൽ അത് ഒന്നിൽ കൂടുതലുണ്ട്, പ്ലൂറലാണ്. അപ്പോൾ അവിടെ ഓപ്പൺ, തുറക്കാറുണ്ട് അല്ലെങ്കിൽ തുറക്കാറില്ല എന്നാണെങ്കിൽ ഡോണ്ട് ഓപ്പൺ ഓൺ സൺഡേയ്സ് എന്നാണ് പറയുക. നമുക്കൊരു സെൻറ്റൻസിനെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് അവൾ ഒരു പുസ്തകം വായിക്കാറുണ്ട്. സോ എല്ലാ ദിവസവും ചെയ്യാറുണ്ട് എന്നാണ് അല്ലേ. സോ ഉറങ്ങുന്നതിന് മുമ്പ് അതവിടെ കിടന്നോട്ടെ. അവൾ ഒരു പുസ്തകം വായിക്കാറുണ്ട്. അവൾ, ഷീ ഒന്നേ ഉള്ളത് കൊണ്ട് തന്നെ റീഡാണ് വായിക്കുക. സോ അവൾ, ഷീ എന്നുള്ളത് ഒന്നേ ഉള്ളത് കൊണ്ട് തന്നെ എസ് വരും, ഡെസ് വരും, റീഡ്സ് എന്ന് മാറും. സോ ഷീ റീഡ്സ് എന്ത്? എ ബുക്ക് ബിഫോർ സ്ലീപ്പ്, ഉറങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവ് നോക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് അവൾ പുസ്തകം വായിക്കാറില്ല. അവൾ, ഷീ ഒന്നേ ഉള്ളൂ. ഷീ വായിക്കുക റീഡാണ്, വായിക്കാറില്ല ഡസിൻ റീഡ് അല്ലെങ്കിൽ ഡു നോട്ട് റീഡ് ആണ് വരേണ്ടത്. ഷീ ആയതുകൊണ്ട് ഡസിൻ റീഡ്. ഷീ ഡസിൻ റീഡ് എ ബുക്ക് എപ്പോഴാണ്? ഉറങ്ങുന്നതിന് മുമ്പ്, ബിഫോർ സ്ലീപ്പ്. വേറൊരു സെൻറ്റൻസ് നോക്കാം. അവർ വൈകുന്നേരം ടി വി കാണാറുണ്ട്. റെഗുലറായിട്ട് ചെയ്യുന്നതാണ് എല്ലാ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വൈകുന്നേരം. എനിവേ ചെയ്യാറുണ്ട്, കാണാറുണ്ട് എന്നാണ് പറയുന്നത്. അവർ വൈകുന്നേരം ടി വി കാണാറുണ്ട്. ആ സമയം എടുത്തങ്ങ് മാറ്റാം. അവർ ടി വി കാണാറുണ്ട് ആണ് മെയിൻ സെൻറ്റൻസ്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പറഞ്ഞാൽ മതി. സോ അവർ ടി വി കാണാറുണ്ട്. അവർ, ദേ ഒന്നിൽ കൂടുതലാണ്. ടി വി കാണുക, കാണുക എന്നുള്ള വെർബ് വാച്ചാണ്. അതിൻ്റെ കൂടെ ടി വി കാണാറുണ്ട് എന്ന് മാറ്റണമെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരണം. ദേ ആയതുകൊണ്ട് തന്നെ ഡു ആണ് വരിക, എസ് വരില്ല. സോ ദേ വാച്ച് ടി വി. അവർ ടി വി കാണാറുണ്ട്. എപ്പോഴാണ്? ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ടി വി കാണാറുണ്ട്. ഇത് നെഗറ്റീവ് ആണെങ്കിലോ, കാണാറില്ല എന്നാണെങ്കിൽ ഡോണ്ടോ ഡസിൻ വാച്ചോ ആണ് വരിക. ദേ ആയതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ഡോണ്ട് വാച്ച് ആണ് വരിക. ദേ ഡോണ്ട് വാച്ച് ടി വി ഇൻ ദ ഈവനിങ്. ഇങ്ങനെ ഞാൻ എന്നും 10 മണിക്ക് ഉറങ്ങാറുണ്ട്, അല്ലെങ്കിൽ എന്നും രാവിലെ സ്കൂളിൽ പോകാറുണ്ട്, എന്ന് രാവിലെ പാചകം ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഹാബിറ്റ്സ്, നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റെഗുലർ എന്ന് ഉദ്ദേശിച്ചത് മന്ത്ലി ആകാം, ഡെയിലി ആവാം, എല്ലാ വൈകുന്നേരങ്ങളിലും ആകാം, എല്ലാ വർഷത്തിലും ജനുവരി 1-ാം തീയതി ആകാം. അങ്ങനെ റെഗുലറായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡു ഡസ്. ചെയ്യാറില്ല എന്നാണെങ്കിൽ ഡോണ്ട് ഡസിൻ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇതേപോലെ തന്നെ യൂണിവേഴ്സൽ ഫാക്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഡു ഡസ് അല്ലെങ്കിൽ ഡോണ്ട് ഡസിൻ്റ് ഉപയോഗിച്ച് തന്നെയാണ് പറയുക. ഫോർ എക്സാമ്പിൾ, സൂര്യൻ കിഴക്കുദിക്കുന്നു. ദ സൺ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഉദിക്കുക റൈസ് ആണ്. ഉദിക്കാറുണ്ട് അല്ലെങ്കിൽ ഉദിക്കുന്നു എന്നുള്ളതിനെ കോൺസ്റ്റൻ്റ് ആണ്, മാറാത്ത കാര്യമാണ്. സോ ദ സൺ റൈസസ്, ഡസ് ആണ് അവിടെ വരിക. സോ റൈസ് പ്ലസ് ഡസ് റൈസസ് ആയി മാറും. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയും.
ഇതേപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, അതായത് ഒരാളുടെ ജീവിതത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാറാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഡു ഡസ് ആണ് ഉപയോഗിക്കുന്നത്. അയാളുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അയാൾ ലൈക്ക് അല്ലെങ്കിൽ ലവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ ലൈക്കിങ് അല്ലെങ്കിൽ ലവിങ് എന്നുള്ള ING ഫോം ഒന്നും ഉപയോഗിക്കില്ല. ലവ് അല്ലെങ്കിൽ ലവ്സ്, ലൈക്ക് അല്ലെങ്കിൽ ലൈക്സ് ആണ്. സോ ഡു ഡസ് ആണ് അവിടെ വരിക. അതേപോലെ തന്നെ താമസിക്കുക എന്നുള്ളത്, ജോലി ചെയ്യുക എന്നുള്ളതൊക്കെ ഡു ഡസ് ആണ്. ജോലി ചെയ്യുന്നു, താമസിക്കുന്നു എന്നുള്ള ഡു ഡസ് ആണ്. ലിവ്സ്, സ്റ്റേയ്സ് അങ്ങനെയാണ് പറയുക. സോ ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഹീ വർക്ക്സ് ഇൻ ട്രിവാൻഡ്രം, ഹീ സ്റ്റേയ്സ് നെക്സ്റ്റ് ടു മൈ ഹൗസ് എന്നൊക്കെയാണ് പറയുക. ഹീ ഈസ് സ്റ്റേയിങ് അല്ലെങ്കിൽ ഹീ ഈസ് വർക്കിംഗ് എന്നുള്ളത് തെറ്റാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങൾ പറയാറില്ല ഐ ആം കമ്മിങ്, ഐ ആം വർക്കിംഗ്. ഇതൊക്കെ തെറ്റാണ് എന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ബിക്കോസ് ഇപ്പോൾ വരികയാണ് എന്നല്ല, ഞാൻ അവിടുന്ന് വരുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാറാത്ത കാര്യമാണ്. അവിടെ താമസിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അവിടെ ഡു ഡസ് ഉപയോഗിച്ച് വേണം പറയാൻ. ഐ ആം കമ്മിങ് എന്നോ ഐ ആം വർക്കിംഗ് എന്നോ ഹീ ഈസ് കമ്മിങ് എന്നോ ഹീ ഈസ് സ്റ്റേയിങ് എന്നോ പറയുന്നത് ആ മൊമെൻറ്റിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളെയാണ്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അയാൾ അവിടെ താമസിക്കുന്നു എന്നാണ്, അല്ലാണ്ട് ഇപ്പോൾ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല. സോ അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈസ് ലിവിങ്, ഈസ് സ്റ്റേയിങ്, ഈസ് വർക്കിംഗ് അങ്ങനെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇൻ്റർവ്യൂവിലൊക്കെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഐ ആം വർക്കിംഗ്, ഐ ആം ലിവിങ് എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് തെറ്റാണ്. അവിടെ ഡു ഡസ് ആണ് ഉപയോഗിക്കുന്നത്. സോ താമസിക്കുന്നു, ഐ ലിവ്, ഹീ ലിവ്സ്, ഹീ സ്റ്റേയ്സ്, ഹീ വർക്ക്സ് എന്നൊക്കെയാണ് പറയുക. സോ ശ്രദ്ധിക്കുക. സോ ഇതാണ് ഡൂവും ഡസും. അതായത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയും നമ്മുടെ ലൈഫിലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയിലെ ഫാക്റ്റുകൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഡു ഡസ് അല്ലെങ്കിൽ ഡോണ്ട് ഡസിൻ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലൈഫിലെ മേജർ സിറ്റുവേഷൻസിലും കൂടുതൽ ആവശ്യമുള്ള ഓക്സിലറി അല്ലെങ്കിൽ സെൻറ്റൻസുകൾ ഡു ഡസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും വരിക. സോ ഈ 13 ഓക്സിലറി മാൻഡേറ്ററി ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞതിൽ 2 എണ്ണം അതാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലെ ഒരു പാർട്ട് കഴിഞ്ഞു. സോ ചെയ്യാറുണ്ട്, ചെയ്യാറില്ല, അല്ലെങ്കിൽ പഠിക്കുന്നു, പഠിക്കുന്നില്ല ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയാൻ നമുക്കിപ്പോൾ അറിയാം. ഡു ഡസ് ഡോണ്ട് ഡസിൻ്റെ ആണ്. അപ്പോൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റേജ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അറിയണം, അല്ലേ? അപ്പോൾ ഇതിൻ്റെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനും അറിയണം. യെസ് അല്ലെങ്കിൽ നോ ചോദ്യങ്ങളുണ്ട്, ചെയ്യാറുണ്ടോ ചെയ്യാറില്ലേ എന്നുള്ള ചോദ്യങ്ങൾ. അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എവിടെ വെച്ചാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, WH ചോദ്യങ്ങളുമുണ്ട്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. സേവ് ദിസ് വീഡിയോ ഫോർ ലേറ്റർ. പ്രാക്ടീസ് ചെയ്യുക. ഫോളോ ഫോർ മോർ അപ്ഡേറ്റ്സ്.